പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അടുത്ത വചനം: വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, എന്നും എപ്പോഴും ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നീ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ട്, ദൈവത്തിൻ്റെ ഈ കൃപ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ദൈവത്തിൻ്റെ ഈ കൃപ എങ്ങനെയാണ് ചോർന്നു പോകുന്നത്? വചനം സാക്ഷ്യപ്പെടുത്തുന്നു, വിദ്വേഷത്തിൻ്റെ വേരാണ്, ഉള്ളിലെ വിദ്വേഷത്തിൻ്റെ അവസ്ഥയാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന് ചോർന്നു പോകാൻ, കുറഞ്ഞു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കണം, എന്താണ് ദൈവത്തിൻ്റെ കൃപ? ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവികത മാനുഷികതയിൽ നിറഞ്ഞ് മാനുഷികതയെ ദൈവികതയാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവികത മാനുഷികതയിൽ നിറഞ്ഞ് മാനുഷികതയെ ദൈവികതയാക്കി, ദൈവിക ചൈതന്യമാക്കി, ദൈവിക നിറവാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ഈ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓർക്കുക, ഓരോ മനുഷ്യ വ്യക്തിയിലും ഈ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയുമ്പോൾ കൃപ നിറയുന്ന മനുഷ്യൻ മറ്റൊരു ക്രിസ്തുവാകുന്നു, മറ്റൊരു ദൈവമാകുന്നു. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവപുത്രന്റെ മാതാവാകാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയം. എന്തുകൊണ്ട് മറിയത്തെ ദൈവപുത്രന്റെ മാതാവാകാൻ ദൈവം തെരഞ്ഞെടുത്തു? അതിന് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഉത്തരം: മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞത് ദൈവം കണ്ടു. അപ്പോൾ ദൈവപുത്രന്റെ മാതാവാകാൻ മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞതുകൊണ്ടാണ്. മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞപ്പോൾ കൃപയുടെ നിറവിൽ മറിയം ലോകത്തിന് കൊടുത്തു ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ. ആരെല്ലാം ദൈവികത നിറയുന്നു, ഈ ദൈവികത മാനുഷികതയിൽ നിറയുമ്പോൾ മാനുഷികതയിൽ ദൈവികത നിറഞ്ഞതിന്റെ ഫലമായിട്ട് ആ മനുഷ്യൻ ലോകത്തിന് നൽകുന്നു യേശുക്രിസ്തുവിനെ. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ എന്നിൽ നിറയണം. മറിയത്തിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞപ്പോൾ കൃപ നിറഞ്ഞ മറിയം ലോകത്തിൽ യേശുവിനെ നൽകാൻ തക്ക വിധത്തിൽ മറിയത്തിൽ ദൈവികത പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ശ്രദ്ധിക്കൂ. സാവൂൾ സഭയെ പീഡിപ്പിച്ച, അതുപോലെ താൻ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരി എന്ന് കരുതിയ സാവൂൾ എന്ന മനുഷ്യനിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞു വചനത്തിലൂടെ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 4-ാം തിരുവചനം: സാവൂൾ സാവൂൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? ദൈവത്തിന്റെ വചനം ഇതാ. ആ വചനത്തിലൂടെ അന്ന് വരെ ദൈവത്തിൻ്റെ ശത്രുവായിരുന്ന, ദൈവിക പ്രവർത്തനത്തിന് എതിരായി ചെയ്തിരുന്ന സാവൂളിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകുകയാണ്. ദൈവത്തിൻ്റെ കൃപ സാവൂളിലേക്ക് ഒഴുകിയപ്പോൾ സാവൂളിലെ ആ ലോകത്തിൻ്റെ മനുഷ്യൻ, എതിർപ്പിൻ്റെ മനുഷ്യൻ, എന്ത് സംഭവിച്ചാലും ഞാൻ വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള പ്രതികാരത്തിൻ്റെ മനുഷ്യൻ, ഇതാ ആ പ്രതികാരത്തിൻ്റെ മനുഷ്യൻ, ലോകത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്ന മനുഷ്യൻ, ഈ ചിന്തയെല്ലാം സാവൂളിൽ നിന്ന് മാറി സാവൂളിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞപ്പോൾ സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ടു. ഇനി രൂപാന്തരപ്പെട്ട, ദൈവികതയുടെ നിറവ് സ്വീകരിച്ച, കൃപയുടെ അഭിഷേകം സ്വീകരിച്ച സാവൂൾ എന്താ പറഞ്ഞത്? 1 കൊറിന്തോസ് 15-ാം അധ്യായം 10-ാം തിരുവചനം. സാവൂൾ അഭിമാനിച്ചു,
ഞാൻ എന്തായിരിക്കുന്നുവോ, എനിക്കെന്തെല്ലാം ഉണ്ടോ, ഈ ഉള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നിൽ ഇപ്പോൾ ഉള്ളത് മുഴുവനും ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ ഈ രീതിയിലെല്ലാം മാറ്റിയിരിക്കുന്നത്. അതിനാൽ ഞാൻ എന്തായിരിക്കുന്നുവോ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അടുത്ത വചനം ശ്രദ്ധിച്ചോ. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ ദൈവകൃപ നിഷ്ഫലമായി പോയിട്ടില്ലെന്ന്, പാഴായി പോയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവം പൗലോസിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ കൃപ കൂടുതൽ കൂടുതൽ ഫലദായകമായി തീരാൻ തക്ക വിധത്തിൽ പൗലോസ് ഓരോ പ്രാവശ്യവും പ്രവർത്തിച്ചു. ഈ ദൈവകൃപയുടെ സമൃദ്ധി പൗലോസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദൈവികതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ദൈവകൃപയുടെ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പൗലോസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: എനിക്ക് അഭിമാനിക്കാമായിരുന്ന എൻ്റെ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് നേട്ടമെന്ന് ഞാൻ കരുതിയിരുന്ന കാര്യങ്ങളെ മുഴുവൻ ഞാനിപ്പോൾ ഈ ലാഭമായിരുന്നതിനെല്ലാം യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായിട്ട് കരുതുകയാണ്. ശ്രദ്ധിക്കൂ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തുടർ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എനിക്ക് ലാഭമായിരുന്നവയെല്ലാം, എനിക്ക് അഭിമാനമെന്ന് ഞാൻ കരുതിയിരുന്നതെല്ലാം, എനിക്ക് ലോകത്തിലെ നേട്ടമെന്ന് ഞാൻ കരുതിയിരുന്നതെല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ എന്നിൽ നിറഞ്ഞപ്പോൾ, ഈ നിറഞ്ഞ ദൈവകൃപയുടെ സമൃദ്ധി മനസ്സിലാക്കിയ ഞാൻ അതിനെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. തുടർന്ന് വീണ്ടും വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഇത് മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം, അത് ഏറ്റവും വിലയുള്ളതായി ഞാൻ കണ്ടതിനാൽ, ഞാൻ മനസ്സിലാക്കിയതിനാൽ, ഈ ലോകത്തിലെ മറ്റ് എന്തെല്ലാം വിലയുണ്ടെന്ന് പറയുന്നോ ആ പറയുന്നതിനെയെല്ലാം, ആ കരുതുന്നതിനെയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയുകയാണ്. ദൈവകൃപയുടെ സമൃദ്ധിയുടെ മുമ്പിൽ ലോകത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഉച്ഛിഷ്ടമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിലയില്ലാത്തതാണ്. എന്തെന്നാൽ ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതിനാൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പൗലോസ് പറയും, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം, ഇനി ജീവിതം എന്നാൽ ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹായ്ക്ക് പറയാൻ സാധിച്ചത്, പൗലോസ് ശ്ലീഹായുടെ ചിന്തയെയും മനോഭാവത്തെയും ആഗ്രഹത്തെ മുഴുവൻ മാറ്റിമറിച്ച ദൈവകൃപയുടെ സമൃദ്ധിയാണ്. ആരിലെല്ലാം ഈ ദൈവകൃപയുടെ സമൃദ്ധി നിറയുന്നോ, ദൈവകൃപയുടെ സമൃദ്ധി നിറയുന്ന ഓരോ വ്യക്തിയും മറ്റൊരു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ കൃപ എന്നിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ദൈവകൃപയുടെ നിറവ് എന്നെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുന്നു. അപ്പോൾ കുടുംബം മറ്റൊരു ക്രിസ്തുവിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ കുടുംബമായി മാറണം. വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും മരണം വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് 2 ഭവനങ്ങളിൽ 2 സ്ഥലങ്ങളിലുമായിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ചിട്ട് ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 എന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നത്? എന്തിനാണ് ഈ അടിവരയിട്ട് പറയുന്നതായ ബോധ്യത്തിൽ ഒരു സ്ത്രീയും പുരുഷനും മരണം വരെ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നത്? ഇങ്ങനെ ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നത് മരണം വരെ ജീവിക്കാനുള്ള ലൈസൻസ് ദൈവം തരുന്നത്
അവർ രണ്ടുപേരിലും ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി നിറഞ്ഞത് ദൈവം കണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ്. യേശു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിൻ്റെ മഹനീയതയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ യേശുവോട് ചോദിച്ചു, ഭാര്യ ഭർത്തൃ ബന്ധം ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ കൂടുതൽ നല്ലത് എന്ന് സംശയമായി ശിഷ്യന്മാർ യേശുവോട് ചോദിച്ചപ്പോൾ യേശു കൊടുത്തൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 11 തിരുവചനം. യേശു പറഞ്ഞു, കൃപ ലഭിച്ചവർക്കല്ലാതെ വേറെ ആർക്കും ഇത് സ്വീകരിക്കാൻ സാധിക്കില്ല. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ, കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപ നിറയുമ്പോഴാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയാണ് കുടുംബജീവിതത്തിലേക്കുള്ള വിളി നൽകുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന കാരണം. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, കുടുംബജീവിതത്തിൽ മരണം വരെ ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചതെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഭാര്യ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, ഭർത്താവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ ഏതെങ്കിലും പാഴ്വചനം കൊണ്ട് എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ ചോർന്നു പോകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും കർത്താവ് വിവാഹം എന്ന കൂദാശയുടെ കൂട്ടിയോജിപ്പിച്ചു. ഇനി നോക്കൂ, ഈ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഓരോ ദിവസവും ഈ കൃപയുടെ നിറവിൽ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കൃപയുടെ നിറവിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന പരിശുദ്ധമായ കഴിവിനെ ഈ കൃപയുടെ നിറവിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ കൃപയുടെ നിറവിൽ സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന ഓരോ കുഞ്ഞും മറ്റൊരു ക്രിസ്തുവാണ്. അതിനാൽ ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ മറ്റൊരു ക്രിസ്തുവിന് ജന്മം നൽകണം. ഇങ്ങനെ ജന്മം നൽകുന്ന ഓരോ കുഞ്ഞും ആ കുടുംബത്തിൽ വളരുമ്പോൾ ദൈവകൃപയുടെ നിറവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞിലേക്ക് മാതാപിതാക്കന്മാരുടെ കൃപയുടെ നിറവ് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും സ്നേഹ ഇടപെടലിലൂടെയല്ല ആ കുഞ്ഞിലേക്ക് ഓരോ ദിവസവും കൃപയുടെ സമൃദ്ധി ഒഴുകുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചത് കൃപയിൽ, വളരുന്നത് കൃപയിൽ, ആ കുഞ്ഞിൻ്റെ ഭാവിയെല്ലാം ഈ ദൈവകൃപയിലാണ്. ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക, ദൈവികത മാനുഷികതയിൽ നിറയുന്നതാണ്. നിറഞ്ഞ് മനുഷ്യനെ ദൈവമാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഈ കൃപയുടെ നിറവിൽ ഓരോ കുഞ്ഞും ജനിച്ചു വളരുമ്പോൾ കുടുംബം ഭൂമിയിലെ സ്വർഗമായി മാറും. ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ലോകത്തിൻ്റെതായ സുഖത്തിലും ലോകത്തിൻ്റെതായ വഴികളിലും ലോകത്തിൻ്റെതായ ചിന്താഗതിയിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവകൃപയുടെ സമൃദ്ധിയിൽ ദൈവം കൂട്ടിയോജിപ്പിച്ച ഭാര്യയിലും ഭർത്താവിലും ഈ കൃപ ചോർന്നു പോകുന്ന, കൃപ കുറഞ്ഞു പോകുന്ന, കൃപയുടെ പ്രഭ മങ്ങുന്ന പ്രവണതകളും പ്രവൃത്തികളും മനോഭാവവും വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. അതിനാൽ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെങ്കിൽ, മക്കളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, ദൈവകൃപയുടെ നിറവിൽ രൂപപ്പെട്ടിരിക്കുന്ന കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും ആ കൃപയുടെ നിറവിൽ ജീവിക്കുന്നത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ആ കൃപയുടെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ മക്കൾ കേൾക്കുമ്പോൾ ആ മക്കളിലേക്ക് ഈ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവാണ് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരമ്മ വളരെ വേദനയോടെ എൻ്റെ അടുക്കൽ വന്നു. അമ്മയുടെ വേദനയുടെ കാരണം എന്താണെന്നറിയാവോ? അച്ഛാ, ഒരു മകനേ ഉള്ളൂ, 32 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. MBA പഠിച്ച മകനാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം 3-4 വർഷമായി, ഒരു ജോലിയും കിട്ടുന്നില്ല. ജോലി കിട്ടുന്നില്ല എന്നതിനേക്കാൾ അമ്മയുടെ വിഷമം 32 വയസ്സായിട്ടും ഇവന് വിവാഹം നടക്കുന്നില്ല. ഇതാണ് മകനെക്കുറിച്ചുള്ള അമ്മയുടെ പ്രധാനപ്പെട്ട വേദന. ഞാൻ
ആ അമ്മയോട് ഈ മകൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളിൽ മനസ്സിലാക്കി തന്നു, ഈ മകൻ്റെ വിവാഹം നടക്കാൻ തടസ്സമായിരിക്കുന്നത് ഈ മകനിൽ ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോകുന്ന 3 പ്രവണതകളുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, മദ്യപിക്കുന്ന, പുകവലിക്കുന്ന പ്രവണത ഇവനില്ലേ? അടുത്തൊരു കാര്യം, ഇവൻ്റെ ഉള്ളിൽ നാളുകളായിട്ട് വെറുപ്പ്, വിദ്വേഷം കെട്ടിക്കിടപ്പുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ഈ മദ്യപാനം, പുകവലി, ദുശീലത്തെക്കുറിച്ച്, അത് ഉപേക്ഷിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവനോട് സംസാരിക്കുന്നതും വഴക്ക് പറയുന്നതുമെല്ലാം ഇവൻ്റെ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെയാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഈ അമ്മാവനോട് ഇവൻ്റെ ഉള്ളിൽ വളരെ വെറുപ്പാണ്. അപ്പോൾ ഈ 3 കാര്യം അവനിൽ കെട്ടിക്കിടക്കുകയാണ്: മദ്യപാനം, പുകവലി, അമ്മാവനുള്ള വെറുപ്പ്. ഈ കാര്യം കുറേ നാളുകളായിട്ട് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അവനിലെ ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു, വിവാഹം നടക്കും, പക്ഷേ വിവാഹം നടക്കുന്നതിന് തടസ്സമായിട്ട് ദൈവത്തിൻ്റെ കൃപയെ തടസ്സപ്പെടുത്തുന്ന ഈ 3 കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആ മകനെ ഉപേക്ഷിക്കാൻ തക്ക വിധത്തിൽ പ്രവർത്തിച്ചെങ്കിലേ നടക്കുള്ളൂ. ഞാൻ അതുകൊണ്ട് ആ അമ്മയോട് പറഞ്ഞു, ഏതായാലും അടുത്ത ആഴ്ചയിൽ ഈ മകനെ കൊണ്ട് ഇവിടെ ധ്യാനത്തിന് വരിക. പ്രിയപ്പെട്ടവരെ, ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. അമ്മ ചെന്ന് മകനോട് പറഞ്ഞു. അപ്പോൾ കല്യാണമൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഈ തടസ്സം മാറാനായിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അമ്മ നിർബന്ധിച്ച് ആ മകനെയും കൊണ്ട് തൊട്ടടുത്ത ആഴ്ചയിൽ ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന മകന് മനസ്സിലായി, എൻ്റെ കഴിഞ്ഞ നാളുകളിൽ വിവാഹം നടക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ. ഞാൻ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ലോകത്തിലെ കൂട്ടുകാർ പറയുന്നതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എൻ്റെ ശരീരത്തെയും സ്വഭാവത്തെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന മദ്യപാനം എന്ന ദുശീല പ്രവൃത്തിക്ക് അടിമപ്പെട്ടപ്പോൾ, പുകവലി എന്ന ദുശീല പ്രവൃത്തിക്ക് അടിമപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കൃപ ചോർന്നു പോകാൻ കാരണമായി തീർന്നു. ഈ കൃപ ചോർന്നു പോകാൻ കാരണമായി തീർന്നത് കൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിൽ വെച്ച് ഈ 2 ദുശീല സ്വഭാവത്തെയും പരിപൂർണമായി അവൻ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയും മാത്രമല്ല, ധ്യാനം കഴിഞ്ഞ് ആ സഹോദരൻ ഏറ്റവും ആദ്യം അമ്മാവൻ്റെ അടുക്കൽ പോയി നാളുകളായിട്ട് അവൻ്റെ അമ്മാവനോട് ഉള്ളിലുണ്ടായിരുന്ന വെറുപ്പും വൈരാഗ്യവും പൂർണ്ണമായി ഉപേക്ഷിച്ച് ആ അമ്മാവൻ്റെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ച് അമ്മാവനുമായിട്ട് രമ്യപ്പെട്ടു. ആ മകൻ്റെ മനസ്സിൽ വലിയ സന്തോഷവും സമാധാനവുമായി. മാത്രമല്ല, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി 2 മാസം കഴിയുന്നതിന് മുമ്പ് MBA പഠിച്ച 32 വയസ്സുള്ള ആ മകന് നല്ലൊരു വിവാഹാലോചന വന്നു. +2 അധ്യാപികയായിട്ടുള്ള ഒരു മകളുമായിട്ടുള്ള വിവാഹാലോചന വന്നു. ദൈവം നൽകിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ മകൻ്റെ വിവാഹം നടന്നു. നല്ല സന്തോഷപ്രദമായ കുടുംബജീവിതം അവർ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 32 വയസ്സ് പ്രായമായിട്ടും നീണ്ട നാളുകൾ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്നിട്ടും നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിവാഹ ജീവിതം ആർക്കെങ്കിലേക്ക് വേണ്ടിയുള്ളതല്ല. ഒരു വ്യക്തിക്ക് വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപ നിറയണം. ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോകുന്നതായ പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോകുന്നതായ അവസ്ഥകൾ, അത്തരത്തിലുള്ള പ്രവണതകൾ, അത്തരത്തിലുള്ള ലോകത്തിൻ്റെതായ അവസ്ഥകൾ, ദുശീലത്തിൻ്റെതായ പ്രവണതകൾ ഉണ്ടായാൽ ആ വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലം നൽകാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും നീണ്ട നാളുകൾ കാത്തിരുന്നിട്ടും വിവാഹം നടക്കുന്നില്ല എന്നതായ പരാതിയുമായിട്ട് ദുഃഖിച്ചിരിക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന അനേകം മാതാപിതാക്കന്മാരെ കാണാം, യുവതി യുവാക്കന്മാരെ കാണാം. ഒരു കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടതെന്നറിയാവോ? ദൈവം തക്ക സമയത്ത് ചേർന്ന ഇണയെ തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പാണ്. ഈ ഉറപ്പ് ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ഈ ഉറപ്പ് ദൈവം നിറവേറ്റി തരാൻ സാധിക്കണമെങ്കിൽ മനുഷ്യ വ്യക്തികൾ ഈ ഉറപ്പിനെ സ്വീകരിക്കാൻ തടസ്സമായിട്ടുള്ളതായ, കൃപയുടെ നിറവിന് തടസ്സമായിട്ടുള്ള ലോകത്തിൻ്റെ മനോഭാവത്തെയും ദുശീലത്തിൻ്റെ മനോഭാവത്തെയും ജഡത്തിൻ്റെതായ
തെറ്റായ അവസ്ഥകളിൽ നിന്നെല്ലാം പൂർണ്ണമായും പിന്തിരിയാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ ദൈവകൃപയുടെ സമൃദ്ധി നിറയുള്ളൂ. ഈ ദൈവകൃപയുടെ സമൃദ്ധി നിറഞ്ഞെങ്കിലേ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ നൽകി കുടുംബത്തെയും കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവകൃപയുടെ സമൃദ്ധിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കി തീർക്കുന്നത്. കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഈ കൃപ ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന് ചോർന്നു പോകാൻ ഏറ്റവും പ്രധാനമായിട്ട് കാരണമായി തീരുന്നത് ഉള്ളിലെ വെറുപ്പാണ്. വിദ്വേഷം എന്ന മാരകമായ വിഷം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നാൽ ആ വ്യക്തിയിൽ നിന്ന് ക്രമേണ ക്രമേണ കൃപ ചോർന്നു പോകാനിടയായിത്തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദൈവകൃപയുടെ സമൃദ്ധി കുറഞ്ഞു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. വിദ്വേഷം എന്നുള്ളത് ഒരു വേരാണ്. ഈ വേര് ഉള്ളിൽ കടന്നാൽ ഈ വേര് വളർന്ന് വളർന്ന് വളരെയധികം ഉപദ്രവം ചെയ്യും. നമുക്കറിയാം, മനോഹരമായിട്ട് നട്ട് വളർത്തിയിരിക്കുന്ന ഒരു പുല്ല്, കളകളും മറ്റ് കാര്യങ്ങളൊന്നും ഈ മനോഹരമായിട്ടുള്ള പുല്ലിൻ്റെ മനോഹാരിതയെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ പുല്ലിൽ ഒരു മുത്തങ്ങ വളർന്നാൽ, പുല്ലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു കളയാണ് മുത്തങ്ങ. ഇത് വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ മുത്തങ്ങയുടെ വേര് പുല്ലിൻ്റെ വേരിൻ്റെ അപ്പുറത്ത് ഇതെപ്പോൾ പോയിക്കൊണ്ടിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു മുത്തങ്ങയുടെ ഇല മാത്രമേ, അല്ലെങ്കിൽ ഒരു ചെടി മാത്രമേ പൊങ്ങി നിൽക്കുന്നുള്ളൂ. എന്നാൽ ആ പൊങ്ങി നിൽക്കുന്ന മുത്തങ്ങയുടെ അതിനെ പറിച്ചു കളയാമെന്ന് കരുതി, അപ്പോൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് തീർന്നു എന്ന് കരുതി ആശ്വസിച്ചാൽ ഒരിക്കലും അതുകൊണ്ട് നിൽക്കില്ല. എന്താണെന്നറിയാവോ? ഇതിൻ്റെ വേര് അങ്ങ് അപ്പുറത്തെത്തിക്കാണും. ഈ മുത്തങ്ങയുടെ വേര് പുല്ലിൻ്റെ വേരിൻ്റെ ഇടയിൽ കിടക്കുന്നിടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടിമുളച്ച് ഈ പുല്ലിനെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം വളർന്നത് ഒരെണ്ണമാണെങ്കിലും ആ ഒരെണ്ണത്തിനെ പറിച്ചു കളഞ്ഞെങ്കിലും ആ പറിച്ചു കളഞ്ഞതായ മുത്തങ്ങയുടെ വേര് അതിനടുത്ത് കിടക്കുമ്പോൾ പിന്നെ പൊട്ടിമുളരുന്ന ഒന്നല്ല, ആ വേരിൽ നിന്ന് അനേകം മുത്തങ്ങകൾ പൊട്ടി വളരും. അത് പുല്ലിനെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്താനായിട്ട് ഒരു വെറുപ്പാകുന്ന ആ വെറുപ്പിൻ്റെ വേര് എൻ്റെ ഉള്ളിൽ കടന്നാൽ, വെറുപ്പാകുന്ന മുത്തങ്ങയുടെ വേര് ഉള്ളിൽ കടന്നാൽ അത് എന്നെ കൂടുതൽ കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന നന്മയും സന്തോഷവും സമാധാനം ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഇത് എന്നെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ദൈവകൃപയുടെ സമൃദ്ധിയും കൂടുതലായിട്ടുണ്ടാകണമെങ്കിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് വെറുപ്പോ വൈരാഗ്യമോ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും ആരോടാണോ കിടക്കുന്നത് അവരോടെല്ലാം ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ട് സ്നേഹത്തിൻ്റെതായ മനോഭാവം എൻ്റെ ഉള്ളിൽ ഞാൻ ഓരോ ദിവസവും സ്വീകരിച്ചെങ്കിൽ മാത്രമേ എന്നിൽ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ കൃപ നിറയുകയുള്ളൂ. അതിനാൽ ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയെ നശിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന വിദ്വേഷത്തിൻ്റെ വേര് നിന്റെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കണം. അത്തരത്തിലുള്ള ഏതെങ്കിലും വേരുകൾ ഉണ്ടെങ്കിൽ അതിനെ ഓരോ ദിവസവും നീക്കിക്കളയണം. നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നിന്നിൽ നിക്ഷേപിച്ച ദൈവകൃപ കൂടുതൽ കൂടുതൽ വളർന്ന് അത് സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനോഭാവത്തെ, നമ്മുടെ ചിന്തകളെ പരിശോധിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവേ, അവിടുന്ന് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപ എൻ്റെ ഉള്ളിൽ ആരുടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിൽ അതുവഴിയായി എന്നിൽ നിക്ഷേപിച്ച ദൈവകൃപ കഴിഞ്ഞ നാളുകളിൽ ചോർന്നു പോയെങ്കിൽ, ചോർന്നു പോകാൻ കാരണമായി തീർന്നെങ്കിൽ
അതിൻ്റെ എല്ലാം കാരണത്തിലേക്ക് കടന്നു ചെന്ന് ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യമുള്ള ഓരോ വ്യക്തിയോടും ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ട് സ്നേഹത്തിൻ്റെ അനുഭവം എൻ്റെ ഉള്ളിൽ സ്വീകരിക്കുവാൻ കർത്താവേ അങ്ങനെ സഹായിക്കണമേ. ഞാൻ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്നതിലോ ബന്ധപ്പെടുന്നതിലോ അവരോട് പെരുമാറുന്നതിലോ എൻ്റെ ഉള്ളിൽ വൈരാഗ്യത്തിൻ്റെ വേരുണ്ടെങ്കിൽ, വെറുപ്പിൻ്റെ വേരുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും നീക്കിക്കളയുവാനും അതുവഴി ദൈവകൃപയുടെ സമൃദ്ധി എന്നിൽ നിറയുവാനും കർത്താവേ ഇടയാക്കണമേ. എൻ്റെ എല്ലാ മുറിവുകളും കുറവുകളും എൻ്റെ എല്ലാ പോരായ്മകളും കുരിശിൽ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച ഈശോയെ, അവിടുത്തെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ എൻ്റെ ഉള്ളിൽ എനിക്ക് പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ കുരിശിലേക്ക് സമർപ്പിച്ച് അവരുടെ എല്ലാം ആത്മാർത്ഥമായി ക്ഷമിച്ച് സ്നേഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് ഈ നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിലെ എല്ലാ വെറുപ്പിൻ്റെ മേഖലകളെയും ഇഷ്ടക്കുറവിൻ്റെ മേഖലകളെയും ഈശോയുടെ കുരിശിലെ ശരീരത്തിലേറ്റ മുറിവുകളിലേക്ക് നിന്നെ മുറിപ്പെടുത്തിയ എല്ലാവരെയും സമർപ്പിച്ച് ഈശോയെ, നിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ എന്നെ മുറിവേൽപ്പിച്ച, എന്നെ കുറ്റപ്പെടുത്തിയ, എനിക്ക് ആരോടെല്ലാം ദേഷ്യവും വെറുപ്പുമുണ്ടോ അവരെല്ലാം നീ കഴുകണമേ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ. അങ്ങനെ നീ എന്നിൽ നിക്ഷേപിച്ച ദൈവകൃപ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.